അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സൂറത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലുള്ള ഓരോ സൂറത്തുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളാണ് മഹാന്മാർ നമുക്ക് അവരുടെ കിതാബുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവായിരിക്കും. എന്നാൽ ജീവിതത്തിൽ വിട്ടുമാറാത്ത പ്രശ്നങ്ങളുള്ളവർ, ദുരിതങ്ങളുള്ളവർ, വിഷമങ്ങളുള്ളവർ തൻ്റെ അയൽക്കാരുമായി അല്ലെങ്കിൽ മക്കളുമായി, മാതാപിതാക്കളുമായി, കുടുംബക്കാരുമായി പ്രശ്നങ്ങൾ തീരാതെ ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറി, ആ ദുരിതങ്ങൾ മാറി, ആ പ്രയാസങ്ങളൊക്കെയും മാറിക്കിട്ടി സന്തോഷത്തോടുകൂടെ, റാഹത്തോടുകൂടെ, നല്ല യോജിപ്പോടുകൂടെ ജീവിക്കാനുള്ള ഒരു ആത്മീയ വഴിയാണ് പറയുന്നത്. ഓതേണ്ട ഒരു സൂറത്ത്. ഈ സൂറത്ത് മഗ്രിബ് വാങ്ങിന് മുമ്പോ അത് പ്രയാസമാണെങ്കിൽ സുബഹി വാങ്ങിന് മുമ്പോ ഈ സൂറത്ത് 3 തവണ പാരായണം ചെയ്യണം. ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതണം. ഓതേണ്ട സൂറത്ത് സൂറത്തു ത്വാരിഖാണ്. വസ്സമാഇ വത്വാരിഖ് വമാ അദ്റാക മത്വാരിഖ് എന്ന് തുടങ്ങുന്ന ഈ ചെറിയ സൂറത്ത്. ഈ സൂറത്തിന് 3 പ്രാവശ്യം മഗ്രിബ് വാങ്ങിന് മുമ്പോ അല്ലെങ്കിൽ സുബഹി വാങ്ങിന് മുമ്പോ 3 പ്രാവശ്യം ഓതണം. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 8ാമത്തെ ആയത്ത് നമുക്ക് കടന്നു വരുമ്പോൾ ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ എന്ന ഈ ആയത്ത് നമുക്ക് കടന്നു വരുമ്പോൾ ഈ ആയത്തിന് 7 തവണ ഈ ആയത്തിനെ ആവർത്തിച്ച് ഓതണം. ഇതേ രൂപത്തിൽ 3 പ്രാവശ്യം ഈ സൂറത്ത് ഓതുമ്പോൾ 8ാമത്തെ ആയത്ത് കടന്നു വരുമ്പോൾ ആ ആയത്തിനെ മാത്രം 7 തവണ ആവർത്തിച്ച് ഓതുക. എന്നാൽ നമ്മുടെ ഈ 3 സൂറത്തിനെ ഈ രൂപത്തിൽ ഓതലിനെ ഒരുത്തൻ പതിവാക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ആ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുരിതങ്ങൾ, ടെൻഷനുകളൊക്കെയും മാറിക്കിട്ടി സന്തോഷത്തോടുകൂടെ ജീവിക്കാനും നല്ല യോജിപ്പോടുകൂടെ ജീവിക്കാനും അള്ളാഹു അവസരം കൊടുക്കുമെന്നാണ് മഹാന്മാർ ഈ സൂറത്തിൻ്റെ മഹത്വം എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വല്ലാതെ പ്രയാസങ്ങൾ നേരിടുന്നവർ, വിഷമങ്ങൾ നേരിടുന്നവർ, ദുരിതങ്ങളുള്ളവർ ഇത്തരത്തിലുള്ള ഈ ആത്മീയ വഴികൾ നാം സ്വീകരിക്കാൻ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ ഈ സൂറത്തിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു തീർത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.